എല്ലാവർക്കും നമസ്കാരം. ഞാൻ ജിജോ രാജകുമാരി. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് രാജാക്കാട് ഗ്രാമപഞ്ചായത്തിലെ രാജാക്കാട് ടൗണിൽ നിന്ന് ഏകദേശം 2 കിലോമീറ്റർ മാറിയപ്പോൾ ഒരു വെള്ളച്ചാട്ടമാണ് ഇന്ന് നിങ്ങൾ ഈ വീഡിയോയിലൂടെ ഞാൻ കാണിച്ചു തരുന്നത്. ഇത് വാക്കാസിറ്റി വെള്ളച്ചാട്ടമാണ്. ഇതിന്റെ വിശേഷങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ രാജാക്കാട് ഗ്രാമപഞ്ചായത്തിലെ നിരവധിയായിട്ടുള്ള വ്യൂ പോയിന്റുകളും വെള്ളച്ചാട്ടങ്ങളും എല്ലാം നമുക്ക് കാണാൻ സാധിക്കും. പക്ഷെ അതിൽ എടുത്തു പറയേണ്ട ഒരു വെള്ളച്ചാട്ടമാണ് നമ്മുടെ രാജാക്കാടിൽ നിന്നും 2 കിലോമീറ്റർ മാത്രം മാറിയിട്ടുള്ള വാക്കാസിറ്റി വാട്ടർഫാൾസ്. ഇവിടുത്തെ ഏറ്റവും വലിയൊരു അട്രാക്ഷൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടെ വളരെ സേഫ് ആണ്. നമുക്ക് അപകട സാധ്യതയുള്ള ഒന്നും തന്നെ ഇവിടെ ഇല്ല. അതുപോലെ നമുക്ക് അതിനകത്ത് ഇറങ്ങി കുളിക്കുവാനൊക്കെ പറ്റും. അതുപോലെ 365 ദിവസവും നമുക്ക് വെള്ളമുണ്ട് ഇവിടെ. വേനൽക്കാലത്തൊന്നും നമുക്ക് ഇവിടുത്തെ വെള്ളം പറ്റുന്നില്ല. അതുപോലെ ഒത്തിരി ടൂറിസ്റ്റുകൾ, ഇപ്പൊ മൂന്നാറൊക്കെ വരുന്ന ടൂറിസ്റ്റുകളില് അധികം ആർക്കും അറിയില്ല ഈ സ്ഥലം. എന്നിരുന്നാൽ കൂടി നമ്മുടെ പ്രോപ്പർട്ടിയിലൊക്കെ വരുന്ന ആളുകളൊക്കെ നമ്മൾ ഇവിടെ കൊണ്ടുവരാറുണ്ട്. അവരൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടാണ് പോകുന്നത്. വരുന്ന ആളുകൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലമാണ്. ആളുകൾ മീൻ പിടിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും ഇവിടെ. നമ്മുടെ സോഷ്യൽ മീഡിയകളിൽ ഇന്ന് നിറഞ്ഞു നിൽക്കുന്ന ഒരു വെള്ളച്ചാട്ടമാണ് നമ്മുടെ വാക്കാസിറ്റി വെള്ളച്ചാട്ടം. റീൽസുകളായും മറ്റു പോസ്റ്റുകളായിട്ടും നിരവധിയായ രീതിയിൽ ഈ വെള്ളച്ചാട്ടം ഇന്ന് വൈറലാണ്. അപ്പോൾ ഇവിടേക്ക് എത്തുക എന്ന് പറഞ്ഞാൽ എളുപ്പമാണ്. നമുക്ക് വഴിയരികിൽ നിന്ന് കുറച്ച് ഒരു 100 മീറ്റർ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വെള്ളച്ചാട്ടത്തിലേക്ക് എത്താൻ പറ്റും. അതിന്റെ അങ്ങേറ്റം വരെ നമുക്ക് തൊട്ടടുത്ത് വരെ പോകാൻ പറ്റുന്നതാണ്. എപ്പോഴും വരാവുന്ന സേഫ് ആയിട്ടുള്ള ഒരു വെള്ളച്ചാട്ടമാണ് വാക്കാസിറ്റി വെള്ളച്ചാട്ടം. നമ്മൾ ഇങ്ങോട്ട് വന്നപ്പോ ഉണ്ടല്ലോ, ഇതിന്റെ അടുത്തേക്ക് എത്തി. അപ്പൊ ഒരു ചേട്ടനെ ഇവിടെ വല വീശുന്നുണ്ട്. ശരിക്കും നമുക്ക് ആ രംഗങ്ങളൊന്ന് കാണുകയും ചെയ്യാം. പ്രദേശവാസികളാണ്, ഒരുപാട് ആൾക്കാർ ഇങ്ങനെ വന്ന് വല വീശുന്നുണ്ട്. ആ വല വീശുന്ന രംഗമാണ് ഇതാ. വാവ്! ഇനി മീൻ എത്രമാത്രം ഉണ്ടെന്ന് നമുക്ക് നോക്കാം. ഇതാട്ടോ, തൊട്ടടുത്താണ് നമ്മളിപ്പോ വന്നു നിൽക്കുന്നത്. ഇത്ര രസകരമെന്ന് നോക്കി, ഇങ്ങനെ നിറഞ്ഞൊഴുകുന്നു. ഒത്തിരി വലിയുള്ള വെള്ളച്ചാട്ടമല്ല എങ്കിൽ പോലും ഇങ്ങനെ പരന്നൊഴുകുന്നതുകൊണ്ട് വളരെ മനോഹരമാണ്. കാരണം ഇത്ര അടുത്ത് നമുക്ക് ഇങ്ങനെ വന്നു നിൽക്കാൻ പറ്റുന്നതാണല്ലോ. ഇതാ ചേട്ടന്റെ വല പൊക്കിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് കാണാം ചെറിയ മീനുകളൊക്കെയാണ് ഉള്ളത്. ഇതാ അതില് നല്ല മീനുകളുണ്ട്. ചേട്ടൻ നടക്കുമ്പോൾ ഉണ്ടാകും. ചേട്ടന്റെ ഒരു അരയോടൊപ്പം മാത്രം വെള്ളമാണ് ശരിക്കും ഇവിടെ ഉള്ളൂ. അതുകൊണ്ടാണ് പറഞ്ഞത് നമുക്കിത് ശരിക്കും വലിയ അപകടം ഉള്ള ഒരു മേഖലയല്ല എന്ന് പറയുന്നത്. എങ്കിൽ പോലും കൂടുതൽ മഴയും അതുപോലെ വെള്ളവും ഉള്ള സമയത്ത് ഇവിടെ എത്തുന്നവരെ ശ്രദ്ധിക്കേണ്ടത് തന്നെയാണ്. കാരണം എപ്പോഴാണ് ഒരു അപകടത്തിലേക്ക് പോകുക എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ലല്ലോ. ഇവിടെ സിലോപ്പിയ, ഗോൾഡ്, പിന്നെ അങ്ങനെ വെള്ളം ഇത് കമ്പിച്ച് നിൽക്കുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ കിട്ടത്തുള്ളൂ. പവർ ഹൗസ് ജലം ഉത്പാദിപ്പിച്ചില്ലെങ്കിൽ നമുക്ക് അങ്ങനെ കിട്ടത്തില്ല. ജലം വൈദ്യുതി ഉത്പാദിപ്പിക്കാതെ ഇരിക്കുന്ന സമയത്ത് നമുക്ക് കൂടുതൽ മീൻ കിട്ടും. വെള്ളം കമ്പിച്ച് നിൽക്കുന്നതാണ്. ഞാൻ വീട് ഇവിടെ തൊട്ടടുത്താണ്. ഞാൻ അതെ ഞാൻ വല കെട്ടി കൊടുക്കുന്ന ആളാ. ഷാജിമോൻ. ഷൈമോൻ ചേട്ടന് കിട്ടിയിട്ടുള്ള മീനുകളാണ്. സിലോപ്പി ആണല്ലോ കേട്ടോ. സിലോപ്പി അതൊക്കെയാണ്. നമ്മുടെ പ്രദേശവാസിയായ ഷാജിമോൻ ചേട്ടന്റെ വാലിയൊക്കെ വീശിയിട്ട് അഭിലാഷ് വീശാനുള്ള പരിപാടിയിലാണ്. അപ്പൊ വേണ്ടുന്ന നിർദ്ദേശങ്ങളെല്ലാം ഈ ഷാജിമോൻ ചേട്ടൻ നൽകിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം സ്ഥിരമായിട്ട് ഇവിടെ വരുന്നതാണ് നമ്മളോട് പറഞ്ഞത്. അദ്ദേഹത്തിന്റെ ഇതിന്റെ ഉള്ളിൽ സന്ധിക്കുള്ളിൽ നിറയെ മീനുകളുമുണ്ട്. അപ്പം അതിന്റെ ട്രിക്കുകളൊക്കെ കൊടുക്കണം. പിന്നെ നമ്മൾ ഷാജിമോൻ ചേട്ടനെ വല നിർമ്മിച്ചു കൊടുക്കുന്ന ഒരാളാണ്, വല കെട്ടി കൊടുക്കുന്ന ഒരാളാണ്. അപ്പം വേണ്ടുന്നവര് അദ്ദേഹത്തെ കോണ്ടാക്ട് ചെയ്താല് അദ്ദേഹം നല്ല വലകളൊക്കെ നമുക്ക് സെറ്റാക്കി തരുകയും ചെയ്യും. ഇതുപോലുള്ള മേഖലകളിൽ നമുക്ക് മീൻപിടുത്തം നടത്തുകയും ചെയ്യാം. മീൻപിടുത്തമൊക്കെ ഒരു രസമല്ലേ. അഭിലാഷിനെ മീൻപിടുത്തം പഠിപ്പിക്കുകയാണ്, വല വീശിന് പഠിപ്പിക്കുകയാണ്. ശരിക്കും നമ്മളെ ഈ വല വീശിന് നേരത്തെ എന്തെല്ലാം സംഭവങ്ങളാണ് നമ്മൾ ശരിക്കും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണ്? വല വീശുന്നത് ആദ്യം ഇതേപോലെയൊക്കെ ചാടത്തുള്ളൂ. അപ്പൊ ഇത് 2ആയിട്ട് മടക്കി എടുക്കുന്നുണ്ട്, 3ആയിട്ട് മടക്കി. ഡാമിലൊക്കെ വീശുകയാണെങ്കിൽ 9 മുഴം വലയൊക്കെയാ. അത് 3ആയിട്ട് കയ്യിൽ മടക്കി എടുക്കണം. അങ്ങനെയാണ് തുടക്കത്തില് പഠിക്കുന്നവരൊക്കെ ഇങ്ങനെ ചാടത്തുള്ളൂ. ഒന്നും ഇല്ലെന്ന് തോന്നുന്നു. അഭിലാഷ് ആ വെള്ളത്തിലേക്ക് ഇറങ്ങുവാണ്. അപ്പം പുള്ളി ഇവിടെ സ്ഥിരമായിട്ട് വരുന്നതാണ്. അപ്പൊ തൊട്ടടുത്തുള്ള ആളാണ്. അതുകൊണ്ട് പുള്ളി അദ്ദേഹം നമ്മളെ ഈ വെള്ളത്തിൽ ഇറങ്ങി കാണിച്ചു തരികയാണ്. കാരണം അവർക്ക് ഈ മേഖല മൊത്തം അറിയാലോ. അപ്പം അദ്ദേഹത്തിന്റെ നീരാട്ടം കൂടി നമുക്ക് കാണുകയും ചെയ്യാം. ഓ, അങ്ങനെ ഇരിക്കാം അവിടെ അല്ലേ. ആഹാ, ഇത് കൊള്ളാവുന്ന സംഭവമാണല്ലോ. ഇത് സൂപ്പറാണ്. അദ്ദേഹം കിടന്ന് ഇതാ തലവഴി ഇങ്ങനെ വെള്ളം ഒഴുകി കയറുവാണ്. വളരെ മനോഹരമായ സംഭവമാണ്.
അദ്ദേഹത്തിന്റെ ഒരു ഹോം സ്റ്റേ ഉണ്ട് രാജക്കാടിന് അടുത്ത് തന്നെ, 1 കിലോമീറ്റർ അടുത്ത് തന്നെ. അപ്പൊ ആ ഹോം സ്റ്റേയിൽ എത്തുന്ന വിനോദസഞ്ചാരികളെ അദ്ദേഹം ഇവിടേക്ക് കൊണ്ടുവരാറുണ്ട്. നമ്മള് വാക്കാസിറ്റി വെള്ളച്ചാട്ടത്തിന്റെ അടുത്ത ഒരു സ്ഥലത്തേക്കും കൂടി എത്തിയിരിക്കുകയാണ്. ഏറ്റവും അടുത്ത് നമ്മുടെ ഒരു സുഹൃത്ത് വെള്ളത്തില് നീന്തുന്നുണ്ട്. അദ്ദേഹം നീന്തുന്നതാണ്. ആഹാ, വെള്ളത്തിന്റെ മേളിൽ ഇങ്ങനെ കിടക്കുവാണ് അദ്ദേഹം. ഷാജിമോൻ ചേട്ടൻ അപ്പൊ ഇന്നത്തെ മീൻപിടുത്തം എല്ലാം കഴിഞ്ഞ് അദ്ദേഹം വീട്ടിലേക്ക് പോകുന്ന ഇതാണ് കാണുന്നത്. ചുമ്മാതല്ല, ഇതുകൊണ്ടോ അദ്ദേഹം കയറയിൽ തൂങ്ങിയാണ് അദ്ദേഹത്തിന്റെ തൊട്ട് മേളിലുള്ള സ്ഥലത്തേക്ക് പോകുന്നത്. ആഹാ, ഞാൻ കരുതി വെറുതെ ആയിരിക്കും, ഇതിലെ വട്ടം കടന്ന് അപ്പുറത്തേക്ക് പോകുന്നതാണ് ഞാൻ കരുതിയിരുന്നത്. പക്ഷെ അതുകൊണ്ട് അതാണ് സംഭവം. പുള്ളി കയറയിൽ തൂങ്ങിയിട്ടുള്ള രീതിയാണ്. കൊള്ളാം. വലി അവിടെ വെച്ചു, അദ്ദേഹം അതിന്റെ മേളിലേക്ക് കയറുവാണ്. മതി. കൊള്ളാം ചേട്ടാ, ഓക്കെ. നമ്മുടെ ഒപ്പം വന്നിട്ടുള്ള പ്രിയപ്പെട്ട അഭിലാഷും സുഹൃത്തും കൂടെ നാളെ നീന്തലാണ്. അടിപൊളിയായിട്ട് കാര്യങ്ങൾ നടത്തുകയാണ്. കരയിൽ നല്ല കാഴ്ചകളിലാണ് ഞാനും രസം കണ്ടെത്തുന്നത്. നമ്മുടെ രാജാക്കാട് ഗ്രാമപഞ്ചായത്തിൽ ഉൾപ്പെടുന്ന നിരവധി ടൂറിസം പ്ലേസുകളിൽ വളരെ മനോഹരമായ ഒരു വെള്ളച്ചാട്ടമാണ് ഞാൻ മുമ്പ് പറഞ്ഞിരുന്നല്ലോ. അപ്പൊ അതുപോലെ തന്നെ ഇവിടേക്ക് എത്തുന്ന ഓരോ സഞ്ചാരികളും ഇതുപോലെ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഈ മേഖലയുടെ ഒരു വികസനം നല്ലതായിരിക്കും തോന്നുന്നു. കാരണം അത്രയേറെ ഭംഗിയുള്ള ഒരു സന്ദർശനം വെളിയിലുള്ള ആൾക്കാർക്കും അതുപോലെ നമ്മുടെ പ്രാദേശികമായിട്ടുള്ള വിനോദസഞ്ചാരത്തെ ഇഷ്ടപ്പെടുന്നവരൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരു ദിവസം അല്ലെങ്കിൽ കുറച്ച് മണിക്കൂറുകളൊക്കെ ഇങ്ങനെ സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇടമാണ്. കൂടുതൽ നീന്തലും കാര്യങ്ങളും അറിയാവുന്നവർ മാത്രം വെള്ളത്തിലിറങ്ങി അതിൻ്റെതായ രീതിയിലുള്ള ഉല്ലാസങ്ങൾ കണ്ടെത്തണമെന്നും അഭ്യർത്ഥിക്കുകയാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ആർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ മറ്റു വീഡിയോ കാണുന്നവർ എല്ലാവർക്കും